ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് രാത്രിയും പകലും ഇവിടെ നല്ല മഴയാണ്. ഈ റെഡ് കളറിൽ കാണുന്നത് ജവഹർ നവോദയ വിദ്യാലയമാണ്. ഈ ഗ്രീൻ കളറിൽ കാണുന്നതെല്ലാം ക്വാർട്ടേഴ്സുകളും ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സുകൾ, പിന്നെ ബാക്കി ബോയ്സ് ഹോസ്റ്റലുമാണ്. ഇതിലൊരു ക്വാർട്ടേഴ്സിലാണ് ഞാനും താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അന്തരീക്ഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഈ സൈഡിൽ കാണുന്നിടത്തെല്ലാം ഓറഞ്ച് മരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ അകലെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഒന്നും കാണാൻ ഇപ്പോൾ സാധിക്കില്ല. തണുപ്പ് കൂടുതലുള്ളൊരു നാടായതുകൊണ്ട് ധാരാളം പഴവർഗ്ഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നതാണ്. ഓറഞ്ച്, കിവി, സവർ ജെല്ലി, മൊസമ്പി, അങ്ങനെ ധാരാളം പഴവർഗ്ഗങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതാണ്. ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ, ധാരാളം പച്ചക്കറികളും ഉണ്ടാകുന്ന ഒരു നാടാണ്. ഇപ്പം ഞാൻ ഈ നട്ട് വെച്ചിരിക്കുന്ന ബീൻസ്, പിന്നെ ക്യാരറ്റ്, ക്യാബേജ് എല്ലാം ഞാനും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ എക്സാം നടക്കുമായിരുന്നു. എക്സാം തീർന്നു കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം തിരിച്ച് അവരുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. സൈഡിൽ കാണുന്നതെല്ലാം ബോയ്സ് ഹോസ്റ്റലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് മാറിയാണ് ഗേൾസ് ഹോസ്റ്റലും. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഡാപ്പോ റിജോ എന്ന ടൗണിലോട്ടാണ് പോകുന്നത്. ചെറിയൊരു ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ്. പുതിയൊരു ഷോപ്പ് അവിടെ വന്നിട്ടുണ്ട്, വിശാൽ മെഗാമാർട്ട് എന്ന് പറഞ്ഞ്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്കൂളിൽ നിന്ന് അരമണിക്കൂർ യാത്രയുണ്ട് ഡാപ്പോ റിജോ എന്ന സിറ്റിയിലേക്ക്. രണ്ട് സൈഡിലും മലയാണ്. മലയുടെ നടുവിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. പിന്നെ ഈ മലയുടെ താഴെഭാഗം നദിയാണ്, സുബാൻസിരി റിവർ എന്നറിയപ്പെടുന്നു. അരുണാചൽ പ്രദേശിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നദിയാണ് സുബാൻസിരി റിവർ. ഉരുളൻകല്ലുകൾ മാത്രം നിറഞ്ഞ ഈ നദി കാണാൻ ഭയങ്കര ഭംഗിയാണ്. വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ഈ നദിക്കരയിൽ വന്നിരുന്ന് സമയം ചെലവഴിക്കാറുണ്ട്. പലരും ഈ നദിക്കരയിൽ വന്നിരുന്ന് ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടത്താറുണ്ട്. ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. ഇറ്റാനഗറിൽ നിന്നാണ് സാധനങ്ങൾ ഈ ഡാപ്പോ റിജോയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടായിരിക്കും ഭയങ്കര വിലയാണ്. ഈ സ്ഥലത്ത് പൊതുവെ വില കൂടുതലാണെങ്കിലും വിശാലിൽ അത്ര വലിയ വിലയൊന്നുമില്ല. സാധാരണ നോർമൽ അവസ്ഥയിലാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിയിട്ട് തിരികെ പോന്നു. വിശാലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ എല്ലാ ബിൽഡിങ്ങും വെറുതെ ഒരു വീഡിയോ എടുത്തതാണിത്. പല വീടുകളും ഇരിക്കുന്നത് മലയുടെ മുകളിലാണ്. പിന്നീട് പോയത് മീൻ വാങ്ങാനായിരുന്നു. ഇവിടെ കടലിലെ മീൻ ലഭിക്കാറില്ല, കൂടുതലും കുളത്തിലെ മീനാണ് കിട്ടുന്നത്. കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോരാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ മുഴുവൻ രാത്രിയായി തുടങ്ങി. ഇവിടെ പെട്ടെന്ന് രാത്രിയാവും, അതായത് 4:45 5 മണിയാകുമ്പോഴേ രാത്രിയാവും. പക്ഷേ നേരം വെളുക്കുന്നത് ഒരു 4 മണി കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് നേരം വെളുക്കും. ഞാൻ വണ്ടിക്കുള്ളിലിരുന്നാണ് റോഡിലെ വീഡിയോ എടുക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി അപ്പോൾ നാളെ കാണാം.